കേരളം വിവാദങ്ങളുടെ ലോക വിപണിയായി വളർന്നിരിക്കുകയാണ്. വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം ഫാക്ടറികൾ കേരളത്തിലുണ്ട്. ചില നേതാക്കന്മാരും ഏതാനും ചില മാധ്യമങ്ങളുമാണ് അതിൻ്റെ മുതലാളിമാർ. ഏത് വിഷയത്തിൽ വിവാദമുണ്ടായാലും താൻ അതിലെ ഒരു കക്ഷിയായിരിക്കണമെന്ന് ശാഠ്യമുള്ള ഒരു മന്ത്രി നമുക്കുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് നാട്ടുകാർ പറയുന്നു. തൊട്ടടുത്ത സമയങ്ങളിൽ 3 വിവാദങ്ങളിലാണ് അദ്ദേഹം പെട്ടത്. ആദ്യത്തേത് ഗവർണറുമായിട്ടുള്ള വിവാദമാണ്. വായനാ ദിനത്തിൽ രാജ്ഭവനിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി അവിടെ കണ്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ബോയ്ക്കോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ വേദി വിട്ട് ഇറങ്ങിപ്പോയി. കാരണമായി പറഞ്ഞത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബികയുടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വേദി വിട്ടത്. രണ്ടാമത്തേത് കോളേജുകളിലെ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസ മന്ത്രി അറിയാതെയോ അനുവദിക്കാതെയോ ഇത്രയും ഗൗരവമുള്ള ഒരു രേഖ പുറത്തിറങ്ങുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്കൂളുകളിൽ കുട്ടികൾക്ക് വ്യായാമത്തിന് വേണ്ടി സുംബ ഡാൻസ് പരിശീലിക്കുന്നത് നല്ലതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ഈ നൃത്ത പരിപാടി അഭ്യസിക്കണമെന്ന് നിർദ്ദേശം നൽകി 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇത് സംബന്ധിക്കുന്ന പരാമർശങ്ങളുണ്ട് എന്നും അറിയുന്നു. ഡാൻസ് അതിൽ തന്നെ കുഴപ്പമുള്ള കാര്യമല്ലെങ്കിലും അത് വിവാദമായിട്ട് മാറി. ഒരു സമുദായത്തിലെ ചില പോഷക സംഘടനകൾ ഈ ഡാൻസിനും പരിശീലനത്തിനുമെതിരെ രംഗത്ത് വന്നു. തങ്ങളുടെ കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാനാവില്ല, കാരണം അത് ധാർമ്മികതയ്ക്ക് സംസ്കാരത്തിനൊക്കെ നിരക്കാത്ത ഒരു വ്യായാമ മുറയാണ്. എങ്ങനെയാണത് ധാർമ്മികതയ്ക്ക് എതിരാകുന്നത്? അതായത് സ്കൂളിൽ പല മതങ്ങളിൽപ്പെട്ടവർ, ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒക്കെ ഈ ഡാൻസ് ഒരുമിച്ച് ചെയ്യുമ്പോൾ ധാർമ്മികത നഷ്ടപ്പെടും എന്നാണ് ഭയപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്താണ് സുംബ ഡാൻസ് എന്നറിയാനുള്ള ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാകും. അത് 1990കളിൽ കൊളംബിയയിൽ രൂപപ്പെട്ട ഒരു വ്യായാമ മുറയാണ്. കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറുമായിരുന്ന ആൽബർട്ടോ ബ്രെറ്റോ പെരസ് എന്ന ഡാൻസറാണ് ഈ കലാരൂപം വികസിപ്പിച്ചെടുത്തത്. പല രാജ്യങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ ജിമ്മുകളിൽ, ഫിറ്റ്നസ് സെൻറ്റേഴ്സിൽ, വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിലും ഒക്കെ ഇത് പരിശീലിക്കുന്നതിനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വ്യായാമ മുറയിൽ പങ്കെടുക്കുക വഴി ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഇത് ഗുണകരമാണ്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടാൻ ഇത് ഉപകരിക്കും. ഊർജ്ജസ്വലത ലഭിക്കും. ചിന്താശേഷിയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതിന് ഈ വ്യായാമമുറ സഹായിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഗുണവിശേഷങ്ങളായിട്ട് പറയുന്നത്. മാത്രവുമല്ല, ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും പരിശീലിക്കാവുന്നതാണ്. സാധാരണ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മൾ ക്ഷീണിക്കാറുണ്ട്. മടുപ്പില്ലാതെ ആഹ്ലാദത്തോടെ ചെയ്യാവുന്ന ഒരു വ്യായാമ മുറയാണിത്. കാരണം ഇതിൽ സംഗീതമുണ്ട്, താളമുണ്ട്. ശരീരം ഈ താളത്തിന് ഒപ്പമാണ് ചലിക്കുന്നത്. ഇത് ഡാൻസ് ആണെന്ന് പറഞ്ഞാലും ഡാൻസ് അറിയണമെന്നില്ല ഈ വ്യായാമം ചെയ്യാൻ. നൃത്തവും സംഗീതവും ചേർത്ത് വ്യായാമത്തെ ആഘോഷിക്കുന്ന രീതിയാണ് സുംബ ഡാൻസ്. ഈ വ്യായാമമുറ പരിശീലിക്കുന്നതിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സമയക്രമം ഉത്തമമായി തോന്നുന്നു. ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കുട്ടികൾ പോകുന്നതിന് അരമണിക്കൂർ മുൻപാണ് ഇത് ചെയ്യാൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യായാമ മുറയ്ക്ക് പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ മാറേണ്ട കാര്യമില്ല. കുട്ടികൾ വേർക്കാൻ ഇടവന്നാൽ തന്നെ വീട്ടിലെത്തുമ്പോൾ
വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യം കുട്ടികൾക്ക് ലഭിക്കുന്നു. അതിൽ തന്നെ കുഴപ്പമില്ലാത്ത ഈ വ്യായാമ മുറയോട് വലിയ പ്രതിഷേധവുമായി സംഘടനകൾ രംഗത്ത് വന്നത് എന്ത് താല്പര്യത്തോടു കൂടിയാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. അവർക്കെതിരെ സമരവുമായിട്ട് ഇതിനെ അനുകൂലിക്കുന്നവരുടെ പോഷക സംഘടനകൾ ചെല്ലുന്നതും തെറ്റായ കാര്യം തന്നെയാണ്. ആരെങ്കിലും എതിർത്തു എന്നുള്ള കാരണത്താൽ ഗുണകരമായ ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കുക. അവർക്ക് പകരം വ്യായാമ മുറകൾ നിർദ്ദേശിക്കുക. ആരെ ഒഴിവാക്കാൻ പാടില്ല. ആലോചനകളും തീരുമാനങ്ങളുമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉണ്ടാകേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളത് അംഗീകരിക്കുന്നു. എങ്കിലും തർക്കമുണ്ടാകുമ്പോൾ ശാഠ്യം ഉപേക്ഷിച്ച് അവർക്ക് മറ്റ് ഓപ്ഷനുകൾ നൽകണം. ആരെ ഒഴിവാക്കുകയല്ല. അവരും ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഉള്ളവരായി മാറട്ടെ.